ഇവിടെ ശരീരത്ത് വന്നെത്തിപ്പോ മകളെ ഹത്തി തളഞ്ഞ് കിടന്ന് ഇവ ചായം കുടിച്ചും ബെറ്റിലടക്ക തിന്നിൻ്റെ മറ്റേ തേങ്ങ വറക്കി ഇതുക്കി വച്ച് ആന പോലത്തെ ഒരു തേങ്ങ വറക്കിക്കാണല്ലോ അച്ഛനെ. ഇനി നമ്മ ഐഷമ്മ ഷെഹരിയാസ് മക്കളോട് അഭിപ്രായം കേൾപ്പോ. ഷെഹരിയാസേ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാണ്? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാണ്? അടിപൊളിയാണ് നടന്നത്. മക്കളെ ശല്യ പോലെ നെട്ടിച്ച പോലെ അടിപൊളിയാണ്. അടിപൊളിയാണ്. പിന്നെ ഇഷ്ടംപോലെ മീനെല്ലാം ഇഷ്ടംപോലെ കണ്ട. മീൻ തുള്ളിൻ്റെത് കണ്ടാലും മതിയോ ജീവിതത്തിൽ. എങ്ങനെ മീൻ തുള്ളിൻ്റെതല്ല മീൻ തുള്ളിൻ്റെതെല്ലാം കാണോളൂ. എത്ര മീൻ കൂട്ടായിട്ട് ഇങ്ങനെ മീൻ കൂട്ടനായിട്ടുള്ള മീനെല്ലാം തുള്ളിൻ്റെത് കാണണ്ടേ. നല്ല ഹരമുണ്ടല്ലേ, സൂപ്പറാണ്. മറക്കാത്തൊരു എക്സ്പീരിയൻസ്. മോഹനന് ഇത്ര ശോഭനന് അതായത് നടന്നതില്ല. പിന്നെ നിങ്ങ ശല്യം ഞെട്ടിച്ചാണ് ആദ്യം. ഞങ്ങൾക്ക് എന്നാ മനസ്സിനുള്ളായി ടെൻഷനാണ്. നിങ്ങ ശല്യത്ത് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. പക്ഷെ അങ്ങനത്തെ ഒരു പന്നല സൂപ്പറാണ്. അതിനിടിഞ്ഞത് കൊണ്ടേ അപ്പൊ ഈ ചെറിയത്തെ കോടിക്ക് പോന്നെ ഇങ്ങനെ വീണിയല്ലോ. അത് നടന്നോമ്പോ പിന്നെ അത്താലിന്റെ ഇത്തല എത്തുമ്പോഴത്തെ കടലിന്റെ നടന്നത് മറന്നു ഇങ്ങനെ നടന്നത് അങ്ങ്. അതാണ് എല്ലാറ്റോടും ശല്യമുള്ള കാര്യം. ഇതൊന്ന് പെരീനുള്ള ഗ്ലാച്ചാരും ജീവിതം തീർക്കരുത്. ആസ്വദിക്കോളും, ജീവിതം ആസ്വദിച്ച് തീർക്കോ. എല്ലാരും ഇങ്ങനെ നടന്ന് ബന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. നടന്ന് ബന്ന് എല്ലാരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. എങ്ങനെ ഉണ്ടാന ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്ന കേട്ടാൽ ഞങ്ങൾ എപ്പോഴും വീണ്ടും കൊണ്ട് ഞങ്ങൾക്ക് ഒരു പുതുമായിട്ട് തോന്നാം. എന്നാലും ഇന്നത്തെ നടത്ത എങ്ങനെ ഉണ്ടാന? പൊളി സൂപ്പറാണ്. ഒരു വൈബ് തന്നെയാണ്. വൈബാണ്. കൂടെ ഞാനുള്ളത് മേടിക്കുന്നു. 7-8 വല വീശി പോവാം. ആകെ ഒരു വലക്ക് ഒരു കൂടി കിട്ടിയത്. മീൻ കണ്ടല്ലേ? മീൻ കിട്ടിയ ഇഷ്ടംപോലെ മീൻ കണ്ടേ. മീനെല്ലാം അത് കുറഞ്ഞതാ. അങ്ങനെ ശരി അത് ആ മീനിനു കുറഞ്ഞതാണ് വീശിയത്. ശാല നിന്നല്ല നിൽപ്പാൻ വിട്ടാലാണ് ഉവ്വേ. ഇപ്പൊ ഉരുക്ക വീശിയതാണ്. ഏത് ഇത് ഇനിയിപ്പോ എന്തായാലും വീശോണ് മീൻ. ഇത് പോരല്ലേ നോക്ക്. വീശാൻ പോകണ്ട്. അപ്പം എല്ലാരും